കേരളത്തിലെ എംപിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേർന്നേക്കുമെന്ന് റിപ്പോർട്ട്. ബിജെപി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടത്. ബിജെപിയിൽ ചേരുന്നതിനായി കോൺഗ്രസ് നേതാവ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ഇത് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുണ്ടാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPM-നെ സംഘപരിവാർ ബന്ധം ആരോപിച്ച് കുറ്റപ്പെടുത്തുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കുന്നതിൽ BJP-ക്കുള്ളിൽ അതൃപ്തി ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഇങ്ങനെയാണ്: കേരളത്തിലെ ഭരണകക്ഷിയായ CPM സംഘപരിവാറുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്ന് വിമർശനങ്ങൾ നേരിടുന്നതിനിടെ മറുവശത്ത് ചില സംഭവ വികാസങ്ങൾ രൂപപ്പെടുന്നു. BJP-യിൽ ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടിയെ സമീപിച്ചതായി BJP വൃത്തങ്ങൾ അറിയിച്ചു. MP-യായ കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കുന്നതിൽ BJP-യിൽ പലർക്കും അതൃപ്തിയുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായ പോരാട്ടത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഉത്തേജനം കണക്കിലെടുത്ത് പാർട്ടി അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഉടൻ നിരസിച്ചേക്കില്ല എന്നാണ് BJP വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഏത് നേതാവാണ് BJP-യുമായി ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ച് റിപ്പോർട്ടിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസിന് 14 ലോക്സഭാ MP-മാരാണുള്ളത്. രാജ്യസഭയിൽ ഒരു MP മാത്രമേയുള്ളൂ. അതേസമയം കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്ത അതീവ ഗൗരവമുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP-യാണ് എന്നതിന്റെ തെളിവാണ് ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കൾ ഏത് സന്ദർഭത്തിലും BJP-യിലേക്ക് ചേക്കേറുന്ന സാഹചര്യമുണ്ട് എന്നും അത്തരം കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിലും വർദ്ധിക്കുകയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ BJP-യിൽ ചേർന്നത്. അനിൽ ആന്റണിയാണ് ആദ്യം BJP പാളയത്തിലെത്തിയത്. അധികം വൈകാതെ പത്മജ വേണുഗോപാലും BJP-യിൽ ചേരുകയായിരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്.